ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെലാസ്. നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ കുറേ നാളായി കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഐറ്റത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുൾഡാക്ക്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള പേരൊക്കെയാണ്. ബുൾഡാക്ക് മീൻസ് ഒന്നുമില്ല, സിംപ്ലി ഇറ്റ്സ് എ ഫയർ ചിക്കൻ. ബുൾ മീൻസ് ഫയർ ആൻഡ് ഡാക്ക് മീൻസ് ചിക്കൻ. ഇത് ബേസിക്കലി ഒരു കൊറിയൻ ഡിഷാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അവരവരുടെ സ്പൈസിന് ആവശ്യമായിട്ടുള്ള, ഇത് ബേസിക്കലി ഒരു സ്പൈസി ഡിഷാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് സോയ സോസാണ് ചേർക്കേണ്ടത്. നമ്മളിതിൽ സോൾട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. സോയ സോസിലുള്ള ഒരു സോൾട്ടിൻ്റെ ടേസ്റ്റ് തന്നെ അത്യാവശ്യത്തിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർക്കുന്ന ചില ഐറ്റംസൊക്കെ ഓപ്ഷണലാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു കൊറിയൻ രീതിയിൽ തന്നെ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൈസ് കേക്ക്സ് ഒക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കറക്റ്റ് കൊറിയൻ രീതിയിൽ അങ്ങനെയുള്ളൊരു ടേസ്റ്റ് വരണ്ടാവും, കുറച്ചും കൂടെ നമ്മുടെ ഒരു കേരള സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് എങ്ങാനും ജസ്റ്റ് ഒന്ന് ഇതൊരു പാനിലേക്ക് ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ്റെ അത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചിക്കൻ വേവിക്കുമ്പം തന്നെ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കൻ അങ്ങനെ ഒരുപാട് വെന്ത് പോകണ്ട, അത്യാവശ്യം ഒരു 3/4 ഭാഗത്തോളം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുൻപൊക്കെ ഈ ഡിഷ് ഉണ്ടാക്കിയപ്പോൾ ഒക്കെ തന്നെ കറക്റ്റ് അവരുടെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ചെയ്തപ്പോഴത്തേക്കും ഞാൻ കരുതി കുറച്ചും കൂടെ നമ്മുടെ ഒരു സ്പൈസസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതും പിന്നെ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്, അതൊക്കെ ആഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് മുന്നത്തെ ഇതിലും ടേസ്റ്റി ആയിട്ട് തോന്നി. നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവറും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്കും മുന്നത്തെ ഇതിലും ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാ അത്യാവശ്യം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം മതിയാവും ഗരം മസാല. മസാലയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി, ഒരുപാട് അത് എക്സസ് ആവണ്ട. അപ്പോൾ നമുക്ക് മസാലയും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചായിരുന്നു കുക്ക് ചെയ്തിരുന്നത്. ചിക്കൻ അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ചീസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഓവനിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓവൻ നമ്മൾ നേരത്തെ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഓവനിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന അത്രയും ടൈം ഇത് ഓവനിലൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് കംപ്ലീറ്റ്ലി കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിസയുടെയൊക്കെ ഒരു ടെക്സ്ചർ ആയിരിക്കും ഇത് കാണാനായിട്ട്. ചീസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവനിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ബുൾഡാക്ക് ഒരുവിധം റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.